ആ എങ്കി താൻ അവന് കൊടുത്ത വാക്ക് മറന്നേക്ക്. എന്നിട്ട് ACP വിളിച്ച് കാര്യം പറ. ഇത് മാത്രമല്ല, നമുക്കറിയാവുന്ന എല്ലാം പറയും. ഈ വിവാഹം മുടക്കാനും ധനുഷിനെ പറ്റി ഇവിടെ എല്ലാവരോടും അറിയിക്കാനും ഈ കാര്യം മാത്രമല്ല ഉള്ളത്. ഇതിലും വലിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ സച്ചേട്ടനിൽ നിന്ന് തന്നെ മറച്ചു വച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? അത് സച്ചേട്ടന് സഹിക്കാനാവുന്നതിലും അപ്പുറം ആയതുകൊണ്ട്. സച്ചേട്ടൻ പോലും സഹിക്കാൻ പാടുപെടുന്നൊരു കാര്യം അച്ഛൻ അറിഞ്ഞാലുള്ള സ്ഥിതി എന്താവും? അവസാനത്തൊരു തീർപ്പിന് വേണമെങ്കിൽ മാത്രം ചെയ്യാവുന്നൊരു കാര്യം അത്. ഇവിടെ അച്ഛൻ മാത്രമല്ല, നന്ദേട്ടനും ധനുഷിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതിൽ കൂടുതലായി സ്നേഹ. ഇപ്പൊ പിന്നെ നമ്മളോട് ദേഷ്യം അകൽച്ചയുണ്ടെന്ന് കരുതി അവരെ നമുക്ക് തകർക്കണോ? ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ അവസാനം വരെ നമുക്ക് ശ്രമിച്ചു നോക്കാം. നിവർത്തിയില്ലെങ്കിൽ അതേ ഉള്ളൊരു മാർഗം. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറയട്ടെ. 11 ദിവസത്തിന് ശേഷം വിവാഹം എന്ന് പറഞ്ഞത് ജോത്സ്യന്. അതേ ജോത്സ്യൻ ഇതിപ്പോ നടക്കില്ല എന്ന് പറഞ്ഞാലോ? അതെങ്ങനെയാ അർച്ചനെ? അയാൾ നേരത്തെ ജാതകമൊക്കെ നോക്കി സമയം കുറിച്ച് നടക്കേണ്ട തീയതിയും പറഞ്ഞതല്ലേ? ആ സമയത്ത് കാണാത്ത ചില ദോഷങ്ങൾ പിന്നീട് വിശദമായിട്ട് നോക്കിയപ്പോ കണ്ടു എന്ന് പറയണം. അത് നമ്മൾ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? ജോത്സ്യൻ തന്നെ പറയണ്ടേ? അതിനെന്ത് ചെയ്യും? നമുക്ക് നേരിട്ട് ചെന്ന് ജോത്സ്യനെ ഒന്ന് കാണാം. എന്നിട്ട് മുഴുവൻ സത്യങ്ങളും അദ്ദേഹത്തോട് പറയാം. ഈശ്വരാധീനമുള്ള ആളല്ലേ, സത്യം സത്യം പോലെ അദ്ദേഹത്തിന് മനസ്സിലാവാതിരിക്കില്ല.